ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് PSC നടത്തിയ ഫയർമാൻ ഫയർവുമൺ പരീക്ഷയുടെ ആൻസർ കീ ആണ്. അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി, നവശേവ, മർമഗോവ. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 മേഖലകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി, ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ഗ്രാമീണ മേഖല ബാങ്ക്. സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് ഉൽപാദനത്തിനെയാണ്? ഏത് ഉൽപ്പന്നത്തെയാണ് സുവർണ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്? പഴം, പച്ചക്കറി. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? അടിയന്തരാവസ്ഥ എന്ന ആശയം കടം കൊണ്ടത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത്, ആ ഒരു വ്യവസ്ഥ ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. അപ്പൊ പ്രൊഫഷണൽ ആൻസർ കീയിൽ ജർമ്മൻ ഭരണഘടന വരാനാണ് ചാൻസ്. ചിലപ്പോൾ ഫൈനൽ കീയിൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റ് ആണ് വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 39 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? തുല്യ ജോലിക്ക് സ്ത്രീക്കും പുരുഷന്മാർക്കും തുല്യവേതനം ലഭിക്കാനുള്ള അവകാശം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് 2019 രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്. താഴെ പറയുന്നവരിൽ ആരാണ് ബില്ല് അവതരിപ്പിച്ചത്? അമിത്ഷായാണ്. ഇതിൽ ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ISRO EOS 01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്? PSLV-C-49. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ഓക്സിഡേഷൻ ആണ്. ദ്രാവക തുള്ളി ഗോളാകൃതിയാകാൻ കാരണം എന്താണ്? പ്രതല ബലമാണ്, സർഫസ് ടെൻഷൻ. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. KS എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ KSനും കേരള PSC പരീക്ഷയ്ക്കും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പ്രത്യേകം ഓഫേഴ്സും ഉണ്ട്. 10% ഡിസ്കൗണ്ട് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് മാർച്ച് 9 ഒരു 150 ഡേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മാർച്ച് 2 ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ കിട്ടും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. KS എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രിലിംസും മെയിൻസും ഫോക്കസ് ചെയ്ത്. SCRT മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് ഉണ്ട്. ബെഫ്കോ LD എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് എഴുതുക. ദ്വിദള വാൽവ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ? സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഒന്ന് മാത്രം, ആൻഡ്രോജൻ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ആപ്തവാക്യം ഏതാണ്? ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏത്? ഉത്തരം വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്.
2021 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി ജയചന്ദ്രനാണ്. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ഏതാണ്? ജാവലിൻ ആണ്, ജാവലിൻ ത്രോ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ പ്രസ്താവന കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥം. ജൈന വാസ്തു ക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ഏത് ജില്ലയിലാണ്? കല്ലിൽ എറണാകുളം ജില്ലയിലാണ്. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏതാണ്? പാരീസ് സമ്മേളനം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കോണ്ടൂറിന്റെ നിർവചനം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. ഇന്ത്യയിലെ ഖാരിഫ് കൃഷിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ് എന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. വിത്ത് വിതയ്ക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ്. നെല്ല്, ജോവർ, റാഗി, ബജ്ര എന്നിവ പ്രധാന കൃഷി ഇനങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഉളിയാൾതുറ. ഉളിയാൾതുറ. ലോകത്തിലെ ഏറ്റവും പുതിയ റിപ്പബ്ലിക് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ബാർബഡോസ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആദ്യം വാഗൻ ട്രാജഡി, അത് കഴിഞ്ഞ് കയ്യൂർ ലഹള, പുന്നപ്ര വയലാർ സമരം, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം. 32. താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കുക. ഇവയിൽ ലിസ്റ്റ് 1 വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് 2 നിന്നും ചേർത്തിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാണ്? ഉത്തരം നിസ്സഹകരണ സമരമാണ്. 1 മാത്രമാണ് ശരി. 33 ബി ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവതി വർഷമാണ് 2021? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി. 2ഉം 4ഉമാണ്. തുഹഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. അടുത്ത ചോദ്യം, PC മെഹ്ലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സംഖ്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി ഏതാണ്? ഓപ്ഷൻ എ. സ്വകാര്യവൽക്കരണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വത്തവകാശം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. 1 മാത്രമാണ്. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസായ ഒമിക്രോൺ വകഭേദം ഇവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. B.1.1.529. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. ഭൂഗുരുത്വ ബലം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പാസ്കൽ നിയമം. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിന്റെ പവർ എത്രയാണ്? ഓപ്ഷൻ സി. +5 ഡയോപ്റ്റർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൗലികാവകാശം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രപതി.
കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഏതാണ് ഈ പദ്ധതി? ആശ്വാസകിരണം പദ്ധതി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കയറ്റ നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? എഡ്യൂസാറ്റ്. MP-മാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കി അതിലൂടെ ആ പ്രദേശത്തെ വികസനം ഉറപ്പുവരുത്തുന്നു. ഏതാണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് സൻസദ് ആദർശ് ഗ്രാമ യോജന. ഒരു ഗ്രൂപ്പിൽ 400 ആളുകളുണ്ട്. അതിൽ 250 പേർ ഹിന്ദി സംസാരിക്കും, 200 പേർ ഇംഗ്ലീഷ് സംസാരിക്കും. എത്ര പേർക്ക് 2 ഭാഷയും സംസാരിക്കാൻ കഴിയും? ഓപ്ഷൻ ഡി 50. I ഒരു ഇമാജിനറി നമ്പർ ആയാൽ I⁻⁹ വില എഴുതുക. ഓപ്ഷൻ ബി I. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 0. എ എന്ന സെറ്റിൽ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ എക്ക് എത്ര ഉപഗണങ്ങൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ് 16. 16ന്റെയും 4ന്റെയും ജോമെട്രിക് മീൻ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 8. ഒരു ക്യൂവിൽ 5 കുട്ടികൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ ബി 120. ഒരു മാസം 1 രൂപയ്ക്ക് 2 പൈസ പലിശയെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? 24%. 314:8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 6. 3x + 2y + 5 = 0 എന്ന രേഖയുടെ ചരിവ് എത്രയാണ്? ഓപ്ഷൻ എ ആണ് -3/2. 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഓപ്ഷൻ സി 225. He is senior dash me in college. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സീനിയർ കഴിഞ്ഞ് 2 ആണ് ചേർക്കേണ്ടത്. Everyone passed the examination. സ്യൂട്ടബിൾ ടാഗ് ആഡ് ചെയ്യാനാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് didn't they. If you had told the truth they dash you. ഉത്തരം ഓപ്ഷൻ ബി would have believed. had plus v3 വന്നാൽ would have plus v3. Neither Raju nor his friends dash home every week. Go. I saw a dash of bees. ഉത്തരം ഓപ്ഷൻ സി swam. Dash honest man is the noblest work of God. ഉത്തരം ഓപ്ഷൻ എ an. Select the suitable one word substitute for an ability to make good judgments and take quick decisions. ഉത്തരം ഓപ്ഷൻ എ acumen. While walking in the park, I dash an old friend. ഉത്തരം ഓപ്ഷൻ ഡി came across. Choose the correct synonym for weary. Wearyയുടെ synonym എഴുതാനാണ് tired. Select the correctly spelled word from the following options. ഉത്തരം ഓപ്ഷൻ സി ആണ് handkerchief. ഇത് മലയാളം ചോദ്യങ്ങളാണ്. തജ്ജീവിതം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ ബി തത് അധികം ജീവിതം. ധന്യം പര്യായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് മരുഭൂമി. തിക്തം വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മധുരം. ജനനിബിഡം വിഗ്രഹിക്കുക. ഉത്തരം ഓപ്ഷൻ എ ജനങ്ങളാൽ നിബിഡമായത്. പ്രസാദകൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്താണ്? പ്രസാദിക. പ്രയതി സമാന പദം ഏത്? പ്രയതി സമാന പദം ദാനം. ശരിയായ വാക്യം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. 78. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം ഏതാണ്? പ്രതിഷ്ഠാപകൻ. ശരിയായ പദം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് അനാരതം. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ഡി അനുകരണശീലം എന്നതാണ്. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് സബ്ലിമേഷൻ, ഉത്പതനം എന്നതാണ്. താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ബെറിലിയം.
നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നാഗ്പൂർ. പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക എന്നുള്ളത്. 86. പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണ്? പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക. അസ്ഥി ഒടിവിന്റെ ലക്ഷണം അല്ലാത്തത് ഏത്? ഒടിവുള്ള ഭാഗത്തെ തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. പാമ്പുകടിയേറ്റതിന്റെ ഒരു ലക്ഷണം എന്താണ്? ഒരു ജോഡി ചെറിയ മുറിവ്. സൈബർ ഭീകരവാദത്തിന് വിവര സാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ? ഓപ്ഷൻ ബി, ജീവപര്യന്തം തടവ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ പോണോഗ്രഫി. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി, ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീ അപകടം. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിന്റെ പേര് എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൈൻ. അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫർമേഷൻ പാനലിലെ 3YE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി, പത അല്ലെങ്കിൽ ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി, 21%. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി, വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം ഏത്? LPG ആണ്. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം 206. സ്ഥിരമായ മസ്തിഷ്ക ക്ഷതം തടയുന്നതിന് കാർഡിയോ പൾമണറി പുനർ ഉത്തേജനം നൽകേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, അത്യാഹിതം സംഭവിച്ച് 3-4 മിനിറ്റിനുള്ളിൽ. ചോക്കിംഗ് എന്നാൽ എന്താണ്? ഓപ്ഷൻ സി ആണ്, മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സം. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തത്? ഓപ്ഷൻ ബി, മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക. 100. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ? ഓപ്ഷൻ ബി, സമ്മർദ്ദത്തിൽ ബാൻഡേജ് കെട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. അപ്പൊ ഇനി വരാനിരിക്കുന്ന CPO പരീക്ഷ എഴുതുന്ന ആൾക്കാരെ ഉറപ്പായിട്ടും ഈ ചോദ്യപേപ്പർ നോക്കിയിരിക്കാം. ഓക്കെ, SCRT ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.